ശ്രദ്ധിക്കാം. സങ്കീർത്തന പുസ്തകം 27 അധ്യായം അതിന്റെ 8 വാക്യം. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്, സീക്ക് മൈ ഫേസ്. നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 27:8. ഹല്ലേലൂയ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്, നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതല് പറയുകയാണ്. പ്രത്യേകിച്ച് അതിന്റെ 27 സങ്കീർത്തനത്തിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ, 1 മുതൽ വായിക്കുമ്പോൾ, ദൈവഭക്തനായ ദാവീദ് ഭയരഹിതമായി ദൈവത്തിങ്കൽ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തെ 27 സങ്കീർത്തനം നമുക്ക് കാണാം. ഒത്തിരി ഭയപ്പെടുത്തുന്ന അനുഭവമുണ്ട്. കർത്താവ് ഇന്നത്തെ മെസ്സേജുകളെ ലിങ്ക് ചെയ്യാണ്. പരിശുദ്ധാത്മാവ് അത് ഉറപ്പിക്കുകയാണ്. ഒരേപോലത്തെ കാര്യത്തെ ദൈവം വീണ്ടും പറയുന്നെങ്കിൽ എന്തൊരു ദൈവപ്രവൃത്തിയാണ് ദൈവാത്മാവ് ചെയ്യുന്നത്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. അപ്പൊ ദൈവം എന്റെ രക്ഷയാണ്, എന്റെ വെളിച്ചമാണ്. ഞാൻ എന്റെ ദൈവത്തിങ്കിൽ എന്ത് ചെയ്യുന്നു? ആശ്രയം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് 3 വാക്യം പറയുന്നു, 2 തൊട്ട് പറയുന്നു, എന്റെ മാംസം തിന്നാൻ എന്നോട് അടുത്ത് ചിലത് വരും, വന്നാലും അത് ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും, എനിക്ക് യുദ്ധം നേരിട്ടാലും, ഇത് തന്നെ പൗലോസ് പറഞ്ഞത് കൊരിന്ത്യർ കൂടെ, ചിലതൊക്കെ പാളയം ഇറങ്ങി കടിച്ചു തിന്നാൻ, മാംസം തിന്നാൻ നിൽക്കുന്ന പോലെ ചിലതൊക്കെ അടുത്തു വന്നു. എങ്കിലും ദൈവത്തിങ്കൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ വീരത്തില്ല, ഞാൻ തളരത്തില്ല, ഞാൻ ഇടറി പോകത്തില്ല. 5 വാക്യം വായിച്ചേ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഒരു ഭക്തന്റെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും, പാറമേൽ എന്നെ ഉയർത്തും. എന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം എന്നെ എന്ത് ചെയ്യും? പാറമേൽ ഉയർത്തും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. എന്നിട്ട് ഇത് പറഞ്ഞ വചനമാണ് നമ്മൾ വായിച്ചത്. നിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് എന്റെ ഉള്ളത്തിൽ ആരോ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിന്ന് കൽപ്പന വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ കൽപ്പന വരും. ഞാൻ അതുകൊണ്ട് എന്തു ചെയ്യുന്നു? നിന്റെ മുഖം അന്വേഷിപ്പിക്കും. അപ്പൊ എന്നെ കടിച്ചു കീറാൻ, എന്റെ മാംസം തിന്നാൻ ചിലത് ചുറ്റും നിൽക്കുന്നു. ഒരു യുദ്ധത്തിന് നിൽക്കുന്ന സൈന്യം പോലെ എന്റെ ചുറ്റും എന്നെ തോൽപ്പിച്ച് വീഴ്ത്തിക്കളയാൻ ഒരു കൂട്ടർ ചുറ്റും നിൽക്കുന്നു. പക്ഷെ എന്റെ ഉള്ളത്തിൽ നിന്നൊരു കാര്യം പറയുന്നു, ആരെ അന്വേഷിക്കണം? നിന്നെ അന്വേഷിക്കണം. ഇന്ന് പകൽ ഈ വെളിപ്പാട് മനസ്സിലാക്കണം. ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കും. അതായത് അവന്റെ മുഖം അന്വേഷിപ്പാൻ എന്ന് പറയുമ്പോ അവന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തിന് 1 സ്ഥാനം കൊടുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. അസ്വസ്ഥതയുടെ ലോകമാണ് ഇന്നത്തെ ലോകം. സ്ഥിരതയില്ലാത്ത ലോകമാണ് ഇന്നത്തെ ലോകം. ഭയത്തിന്റെ ലോകമാണ് ഇന്നത്തെ ലോകം. ലോകം അന്വേഷിക്കുകയാണ് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ ഒരു നന്മയുണ്ടാകും, നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെ അന്വേഷിച്ച് മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ മറ്റവന് കുഴപ്പം വന്നാലും എന്റെ കാര്യം നടക്കണം എന്ന്, അതിനെന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു ലോകം. ആ കൂട്ടത്തിൽ നന്മ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അതുമുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത അനിശ്ചിതത്വമുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്.
ലോകം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പെട്രോളുകൾ തീരുമോ, അതിനെന്തെങ്കിലും അടുത്ത വഴിയുണ്ടോ? ഗ്യാസ് തീരുമോ, അതിനടുത്ത വഴിയുണ്ടോ? ഇനിയിപ്പോ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ എന്നും ഇനി ഇതേപോലെ ഭൂമിക്ക് എന്തെങ്കിലും മാറ്റം വന്ന് എപ്പോഴും സൂര്യൻ ഇതുപോലെ ഉദിച്ചു നിൽക്കുമോ? അതോ എപ്പോഴും ഒരു ഇപ്പുറത്തെ ഈ ദിവസത്തെ പോലെ എന്നും ഒരു മന്ദാപ്പിന്റെ ഒരു കാലാവസ്ഥയായിരിക്കുമോ ലോകം മുഴുവൻ? എന്ത് ലോകത്തിൽ സംഭവിക്കും? അങ്ങനെ വന്നാൽ അടുത്ത വഴി എന്താ എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. അവിടെയാണ് ബൈബിൾ പറയുന്നത്, ഒരു ഭക്തൻ പറയാണ്, എൻ്റെ ഉള്ളത്തിൽ പറയുന്ന നിന്നീന്നൊരു കൽപ്പന വരുന്നു, നിന്റെ മുഖം അന്വേഷിപ്പി. ആമോസ് 5:4 പ്രവാചകനോട് യഹോവ അരുളി ചെയ്യുന്നു. ആമോസ് 5:4, ആമോസ് ചാപ്റ്റർ 5 വേഴ്സ് 4, ബൈബിൾ ഇങ്ങനെ പറയുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ആമോസ് 5:4, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. Seek me, you shall live. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ആരെ അന്വേഷിപ്പീൻ? എന്നെ അന്വേഷിപ്പീൻ. അവിടെയും ദൈവം പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ഗൃഹത്തോട്, കുടുംബത്തോട് പറയുകയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, നീ ശുഭമായിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, എന്റെ മുഖം അന്വേഷിപ്പേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു കൽപ്പനയാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പേ. ആണോ അല്ലയോ? ആണ്. യേശു ഈ ഭൂമി വന്നപ്പോ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് വെച്ച് നാളെയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. ഇതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ ആവശ്യം എന്നതെന്തെന്ന് സ്വർഗത്തിലെ പിതാവാം ദൈവം അറിയും. അതുകൊണ്ട് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അങ്ങനാണെങ്കിൽ നിങ്ങൾ ആ വിചാരപ്പെട്ട ചില കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലഭിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ഉള്ളത്തിൽ നിന്നൊരു കൽപ്പന വന്നു, നിന്റെ മുഖം. പഴയ നിയമത്തിൽ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ഗൃഹത്തോട് ദൈവം പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കും. പുതിയ നിയമത്തിൽ പുത്രനായ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് തന്റെ ശുശ്രൂഷ കാലയളവിൽ താൻ പറയുന്നു, നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട്. എങ്ങനെ അന്വേഷിക്കണമെന്ന് ബൈബിൾ പറയുന്നറിയാം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. ഹാഫ് ആയിട്ടുള്ള ഹാർട്ടല്ല, ഹാഫ് മൈൻഡോടല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ. വിഷയങ്ങൾക്ക് വിടുതലോ ചെറിയൊരു ചലനം ഉണ്ടാകാനോ ഉള്ള പകുതിക്കുള്ള അന്വേഷണമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നതോട് പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കും. അതായത് നിന്റെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ പറഞ്ഞില്ല എന്റെ ലൈഫ് സ്റ്റൈലാണെന്ന്, എന്റെ ജീവിത രീതി ഇങ്ങനെ പാസ്റ്ററെ, അത് അങ്ങനാണ്. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസൈർ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോലെ ആയിരിക്കണം ദൈവത്തിന്റെ മുഖം ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുക. ദൈവ സാന്നിധ്യത്തെ, ദൈവമുഖത്തെ, ദൈവത്തിന്റെ വാക്കിന്റെ വചനത്തെ, ഇതിനൊന്നാം സ്ഥാനം കൊടുക്കുക. ദൈവത്തെ അന്വേഷിക്കാന്ന് പറഞ്ഞു. ഒരു ലൈഫ് സ്റ്റൈൽ പോലെ ആയിരിക്കണം ദൈവത്തെ അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് ഈ ദൈവത്തെ അന്വേഷിക്കണം? ശ്രദ്ധിച്ചോ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മെ സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. നമ്മെ സൃഷ്ടിച്ചത് ആരാ? ഈ ദൈവം. ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ എന്ത് ചെയ്തു? ജീവശ്വാസം ഊതി നമ്മെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മുടെ സോഴ്സ്, നമ്മുടെ എല്ലാം നമ്മെ സൃഷ്ടിച്ചവനാണ്. നമുക്ക് വേണ്ടതെല്ലാം അവനിലുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അവനെ
നമ്മളൊരു ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു. അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ചെയ്യും. എങ്ങനെ നമുക്ക് ഇതിനെ അറിയത്തില്ല, എന്ത് ചെയ്യണം? അല്ലെ ഒരു ഓവൻ വാങ്ങിച്ചു, അല്ലെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. ഇന്നത്തെ മോഡലിൽ വ്യത്യാസങ്ങളാണ്. സ്വിച്ച് നമ്മൾ പറയുന്ന പോലെ അവിടെ ഇവിടെ കയറി പിടിച്ചാൽ അതിന്റെ കറക്റ്റ് പ്രോപ്പർ ഇത് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഒന്നി നമ്മൾ ഇത് വാങ്ങിച്ചപ്പോൾ കിട്ടിയ എന്തുണ്ട്? മാനുവൽ ഉണ്ട്. അത് നോക്കുമ്പോൾ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന 99% ആൾക്കാർക്ക് കാര്യം എന്ത് ചെയ്യും? മനസ്സിലാവും. എന്നാൽ അത്രയും കൊണ്ട് വായിച്ച് മനസ്സിലാവാത്ത, മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ മനസ്സിലാവാത്ത, അത്ര മനസ്സിലാവാത്തവര് അതിന്റെ കമ്പനിയുടെ അതിന്റെ ആളെ വിളിച്ച് ചോദിക്കും. അപ്പൊ അവർ ആ കാര്യം എന്ത് ചെയ്യും? പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇവര് പറയുന്ന ഗ്യാരണ്ടിയും ആ നിലനിൽപ്പും 5 വർഷം പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ഇത് കിട്ടും. എന്തുകൊണ്ട് നമുക്ക് കിട്ടാത്തെന്ന് വെച്ചാൽ കമ്പനിയുടെ കുറ്റം മാത്രമല്ല, എന്തുകൂടെ ഉണ്ട്, നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാൻ പറ്റും. എന്ന് പറയുന്ന പോലെ നമ്മെ സൃഷ്ടിച്ചത് ദൈവം. എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം നാം ഓരോരുത്തരും? നമ്മെ സൃഷ്ടിച്ച ദൈവം. നമ്മുടെ എല്ലാ സോഴ്സും നമ്മുടെ എല്ലാ നന്മയും ഈ ദൈവമാ. അവൻ ശ്വാസമൂതി ജീവിക്കുന്ന മക്കളാണ് നാം ഓരോരുത്തരും. അത് മനോഹരമായ അപ്പോസ്തല പ്രവൃത്തി കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17:26, 27, 28 എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അത് ഈ ആൾക്കാരെ ശ്രദ്ധിക്കാത്തൊരു വചനം. Acts 17 verse 26, 27 and 28. അപ്പോസ്തല പ്രവൃത്തി 17:26, 27, 28 അതൊന്ന് വായിക്കണം. എല്ലാവരും ആ വചനത്തെ ഉണ്ടെങ്കിൽ അത് എടുക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇനി ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 17:26 മുതൽ. ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. എല്ലാവരും ശ്രദ്ധിച്ചേ. ഭൂതലത്തിലെല്ലാം കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ആദാമിൽ നിന്നും സകലത്തെ എന്ത് ചെയ്തു? ഉളവാക്കി. എല്ലാം നിറയ്ക്കാൻ ഒത്തിരി ദൈവത്തിന് വേണ്ട, ഒന്ന് മതി. ഇന്ന് കണ്ട കോടിക്കണക്കിന് ബില്യൺ കണക്കിന് മില്യൺസ് കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാം ദൈവം ഉളവാക്കിയത് ഒരുത്തനിൽ നിന്ന. ദൈവത്തിന് അധികമൊന്നും വേണ്ട. നിന്റെ അല്പത്തെ, നിന്റെ ഒന്നിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇത് പറയുമ്പോൾ ഈ ദൂതനെ ഏറ്റെടുക്കുക. എൻ്റെ ജീവിതത്തിൽ പാസ്റ്ററെ, ബ്രദറെ, അധികമൊന്നും ഇല്ല. യെസ്, ഒന്ന് അല്പം. നിന്റെ അല്പത്തെ അത്ഭുതകരമാക്കാൻ, നിന്റെ അല്പത്തെ അധികമാക്കാൻ നിന്റെ ഒന്നിൽ നിന്ന്. ഹല്ലേലൂയ. അബ്രാഹാം എന്ന ഒരുത്തനെ വിളിച്ചിട്ട ഒരു ജാതിയാക്കി, ഒരു നേഷനാക്കി ദൈവം മാറ്റിയത്, ഒരു രാജ്യമാക്കി ദൈവം മാറ്റിയത്. ഭൂതലത്തിലൊക്കെ കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്നും. നമ്മുടെ ദൈവം ആരാന്ന് ഇതിൽ കൂടെ മനസ്സിലാവും. സകല ജാതിയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. കണ്ടോ? ഈ ചില ഞാൻ ഇന്ത്യ ജനിച്ചത്, കേരളത്തിൽ ജനിച്ചത്, ഇവിടെ ജനിച്ചത് ഇല്ല. നിന്നെ അതിര് വെച്ചിട്ടുണ്ട്. നിന്നെ ദൈവം ആക്കിയതാ. നിന്നെ അപ്പുറത്തോട്ട് ആക്കാനുണ്ടെങ്കിൽ ആ സമയത്താക്കും. അതുവരെ ഒരു അതിര് വെച്ചിട്ടുണ്ട്. അതിന് വരെ ഒരു കാലം വെച്ചിട്ടുണ്ട്. പക്ഷേ കുറെ വാടക വീട് മാറി. ഓക്കെ, നീ വാടക വീടിലായിരിക്കാനും കാലം വെച്ചിട്ടുണ്ട്, അതിരുകൾ വെച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാ. അത് മനസ്സിലാക്കുമ്പോൾ അടുത്ത പദ്ധതി വെളിപ്പെടും. ഇപ്പോഴായിരിക്കുന്നതിനെ ശപിക്കണ്ട. നീ വചനം പറയുന്നു, ഹല്ലേലൂയ, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഇനി അപ്പുറത്തൊരു അതിരിലാണ് നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച സക്ക സമയത്ത് എത്തിച്ചേക്കും. അതും ദൈവം ചെയ്യും. ഇനിയാണ് ഈ മനോഹരമായ വാക്ക്. ഇനി 27 എല്ലാവരും ശ്രദ്ധിച്ചേ. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. എന്തിനാ ദൈവം ആക്കി വെച്ചേ? അവർ ദൈവത്തെ. മേളത്തെ വാക്കിലൂടെ ചേർത്ത് വായിക്കണേ. എന്തിനാ ദൈവം ഈ ഭൂമി ആക്കി? എല്ലാവരും ശ്രദ്ധിച്ചോണം. എന്തിനാ ഈ ഭൂമി ദൈവം ആക്കി വെച്ച അതിരുകളും കാലങ്ങളും? മനുഷ്യനെ സൃഷ്ടിച്ചു പെരുക്കി ഇങ്ങനെ ആളെ കൂട്ടുന്നല്ല. എന്തിനാ വെച്ചേ? അവർ ദൈവത്തെ അന്വേഷിക്കുക, തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അകന്ന ദൈവമല്ല, നീ അന്വേഷിച്ച കണ്ടെത്തുന്ന ദൈവ.
ഓരോരുത്തരോടും പറയാ, നിന്നെ ആയിരിക്കുന്ന വീട്ടിൽ, നീ ആയിരിക്കുന്ന വാർഡിൽ, ഈ മുനിസിപ്പാലിറ്റിയിൽ, ഈ പഞ്ചായത്തിൽ, ഈ കാലയളവിൽ, ഈ ഡിസ്ട്രിക്റ്റിൽ, ഈ സ്റ്റേറ്റിൽ, ഈ രാജ്യത്തിൽ, അല്ല മറ്റേത് രാജ്യത്തിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന കാലവും അതിനും ദൈവം വെച്ചത് നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായി തീരണം. അത് ചെറിയ വീടായാലും വലിയ വീടായാലും, ചെറിയ സാഹചര്യമായാലും വലിയ സാഹചര്യമായാലും, എവിടാണെങ്കിലും നീ ദൈവത്തെ അന്വേഷിക്കുന്നവനാകണം. അവനോട് ദൂത് പറയാ, നീ അന്വേഷിക്കുന്ന ദൈവം അകന്ന ദൈവമല്ല, അവൻ അടുത്തു വരുന്ന സമീപസ്ഥനായ ദൈവം. നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഇത് വായിച്ചപ്പോ എന്റെ ഉള്ള വീണ്ടും കത്തി. പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും വീണ്ടും ആത്മാവിൽ നിന്ന് വായിച്ചപ്പോ, എന്തിനാ ദൈവം നമ്മെ ആക്കി വെച്ചേ? എന്തിനാ ദൈവം നമ്മെ ആക്കി വെച്ചേ? നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ ആക്കി വെച്ചത് അവിടെ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവനായി മാറാനാ. വേറെ ബിസിനസ് ഇല്ലെന്ന്, നിനക്ക് വേറെ പരിപാടി ഉലകത്തിലില്ല. മനുഷ്യനായി പിറന്നോ നീ ദൈവത്തെ അന്വേഷിപ്പി. അവൻ നമ്മുടെ സോഴ്സ് ആണ്, അവൻ നമ്മുടെ ക്രിയേറ്റർ ആണ്, അവൻ നമ്മുടെ ഫാദർ ആണ്, അവൻ നമ്മുടെ സസ്റ്റൈനർ ആണ്, നമ്മെ നിലനിർത്തുന്നവനാണ്, നമ്മുടെ പിതാവാം ദൈവമാണ്, നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ കരുതുന്നവനാണ്, നമ്മെ നടത്തുന്നവനാണ്. എല്ലാം നിങ്ങളുടെ ഹൃദയത്തിനകത്തോട് കയറണം. ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ദൈവം സൃഷ്ടിച്ചു. അവനായിരിക്കാൻ ദൈവം കാലങ്ങളും അതിരും നിശ്ചയിച്ചു. അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കുന്നവരോട് ദൂത് പറയാ, അവൻ അകന്നിരിക്കുന്നവനല്ലെന്ന്. ഇല്ലേ? 27 ഒന്നുകൂടെ വായിച്ചിട്ട് 28 വായിച്ചേ. അപ്പഴേ അതിന്റെ ഫ്ലോ. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. തപ്പി നോക്കി നമ്മളിൽ നിന്ന് ഒരു എഫേർട്ട് എടുത്ത് ദൈവത്തെ അന്വേഷിക്കണം. അതിന് തന്നെ ആക്കി വെച്ചിരിക്കുന്നു. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. ഇനി 28 ശ്രദ്ധിച്ചോ. അവനിലല്ലോ ഇൻ ഹിം, അതായത് ആ കർത്താവിലല്ലോ നാം ജീവിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കടിവന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. അവനിലാണ് ബിലീവ്, ജീവിക്കുന്നത്, ചലിക്കുന്നത്, മൂവ് ചെയ്യുന്നത്, നമ്മളായിരിക്കുന്നത്. നാം അവന്റെ ആരാ? സന്താനം. നാം അവന്റെ സന്താനമാണ്, അവന്റെ മക്കളാ, അവൻ സൃഷ്ടിച്ചതാ. എന്റെ അപ്പന്റെ പേര് ഗീവർഗീസ്. ഭൂമിയിൽ ഒരു നോക്കുമ്പോൾ, ഭൂമിയിലെ ബയോഡേറ്റ നോക്കുമ്പോൾ ഗീവർഗീസിന്റെ മകൻ ജോഷി ഗീവർഗീസ്. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോ ആദാമിൽ നിന്ന് പുറപ്പെട്ട, അവനെ സൃഷ്ടിച്ച, അവനിൽ നിന്ന് പുറപ്പെട്ട അവന്റെ പൈതൽ. നിങ്ങൾ ആരാ? ചിലപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ അപ്പനെയോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് ചിലപ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ജനിച്ചല്ലോ, ആ കുടുംബത്തിൽ ജനിച്ചല്ലോ, എൻ്റെ അപ്പൻ അങ്ങനെ ആയല്ലോ, അപ്പൻ്റെ പേര് അങ്ങനെ, അമ്മയുടെ പേര് അങ്ങനെ ആയല്ലോ. അതൊക്കെ വിടുകളാ. കർത്താവി അറിഞ്ഞ അകത്ത് വേറൊരു വെളിപ്പാട് കയറ്. നീ ആരാന്നറിയാമോ? അവന്റെ മക്കളാണ്. ഹല്ലേലൂയ. അവന്റെ സന്താനമല്ലോ. ബുദ്ധിമുട്ടില്ലേ? അടുത്ത ഞാൻ അവന്റെ സന്താനം എന്ന് പറഞ്ഞു. അവന്റെ സന്താനം. മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകട്ടെ. നടക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ നമ്മൾ ആരുടെ സന്താനം? ഹല്ലേലൂയ. ഈ വെളിപ്പാട് അകത്തോട്ട് കയറും. ഭയങ്കര ദൈവ സാന്നിധ്യം. ഇത് അകത്ത് കയറിയ നമ്മൾ ജയമാ. ദൈവത്തെ നീ എന്തോ പറഞ്ഞു വാക്ക് മെസ്സേജ് ഇതാ, ദൈവത്തെ അന്വേഷിപ്പീൻ എന്ന് എന്റെ ഉള്ളത്തിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെട്ടു. ഉള്ളത്തിൽ ഇട്ടേക്ക്. കാരണം ഇതിനെ സൃഷ്ടിച്ച ദൈവമാണ്. ഹല്ലേലൂയ. നീ അന്വേഷിക്കുമ്പോൾ അകന്നിരിക്കുന്ന ദൈവമല്ല, അടുത്തിരിക്കുന്ന ദൈവമല്ലോ. അതാ 28, അവനിലല്ലോ നാം ജീവിക്കുന്നത്, അവനല്ലോ നാം ചരിക്കുന്നത്, നാം ഇരിക്കുന്നത്. വി ലിവ്, വി മൂവ്. നമ്മൾ ആയിരിക്കുന്നതെല്ലാം അവനിലത്രേ. നാം അവന്റെ ഓഫറിംഗ്, നമ്മൾ അവന്റെ സന്താനമല്ലോ. ഹല്ലേലൂയ.
നമ്പർ 1, എന്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കണം? അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ സോഴ്സ് അവനാണ്. 2, നമ്മുടെ പ്രത്യാശയും നമ്മുടെ രക്ഷയും ഈ ദൈവമാണ്. നമ്മെ രക്ഷിച്ചതാരാ? ബൈബിൾ പറയുന്നത് പുതിയത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശനിലയിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറെ നാമവുമില്ല. അങ്ങനെ ആണെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച രക്ഷയായ ദൈവം, നമ്മുടെ രക്ഷയായ കർത്താവ്, നമ്മെ രക്ഷിക്കാൻ വേറൊരു മനുഷ്യനും വന്നില്ല. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കാൻ വേറെ ആരും വന്നില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ നീ അന്വേഷിക്കുക. രക്ഷകനെ ഇത്ര ഭയങ്കരമായ മരണത്തിൽ ഞങ്ങളെ വിടിവിച്ചു, മേലാലും രക്ഷകന്റെ വേറെ അർത്ഥമാണ് ഡെലിവറർ, വിടിവിക്കുന്നവൻ. അത് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നിത്യനാശത്തിന്, നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും, രോഗബന്ധനത്തിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും, ശാപക്കോട്ടയ്ക്കകത്തു നിന്നും നിന്നെ വിടിവിച്ച് നിന്നെ ജയത്തോടെ നടത്തി നിത്യതയോളം എത്തിപ്പാൻ അവൻ വിശ്വസ്ത ദൈവമാണ്. അപ്പം എന്തിനാ ദൈവത്തിന്? നമ്മുടെ പ്രത്യാശയും നമ്മുടെ രക്ഷ ആരാ? പ്രത്യാശ എന്താ? അവനോടൊത്തൊരു ജീവിതമുണ്ട്. ആരോടൊത്ത്? ഇനി 80, 90, 100, ഇനി ഡെയിലി ഷുഗറും പ്രഷറും ചെക്ക് ചെയ്താലും, ഇനി ജീവിതത്തിൽ ഒരു നേരം മാത്രമേ ആഹാരം കഴിച്ചുള്ളതിലും, ഭയങ്കര ഫുഡ് കൺട്രോൾ നടത്തിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ വെച്ചാലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്നലെ നാളെ നമ്മളെല്ലാവർക്കും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു പ്രത്യാശയുണ്ട്. അതെന്റെ യേശു കർത്താവാണ്. നമ്മളെ വിടിവിക്കുന്നവൻ, ജയം തരുന്നവൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യെസ്, അതൊക്കെ നിൽക്കുമ്പോ തന്നെ നിന്നെ നിത്യതയോളം എത്തിക്കാൻ പറ്റുന്ന ഒരു ദൈവം, അവനെ അന്വേഷിപ്പീ. ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ 80, 90, 100 വർഷത്തിനകത്ത് നിനക്ക് എന്തെങ്കിലും താൽക്കാലികമായി ഒപ്പിച്ചു തരുന്നവനെ മാത്രമേ നിനക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആയുസ്സിൽ ഈ ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ മരണത്തിനപ്പുറം നിന്നെ നിത്യത അനുഭവിപ്പാൻ. ഈ ദൈവത്തെ അന്വേഷിച്ചാൽ 3, ഈ ഭൂമിയിലായിരിക്കുന്നതിന്റെ അസാരം, ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനായിരിക്കുന്നു? ഒത്തിരി ഭയങ്കര പ്രശ്നം ഇന്നത്തെ ഒരു കാര്യം, ഞാൻ എന്തിനായിരിക്കുന്നതെന്നുള്ള ചിന്ത പലരെയും ഭരിക്കുന്നു. നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ട ദൈവം എന്തിനാണെന്നുള്ള ചിന്തിക്കുന്നില്ല. നമുക്ക് ഈ ഭൂമിയിൽ മരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്, വെറുതെ അല്ല ഈ ഭൂമിയിൽ. അത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തെ അന്വേഷിപ്പേ. അതാ സങ്കീർത്തകൻ ദാവീദ് പറയുന്നത്, ഇത്രയൊക്കെ യുദ്ധം നേരിട്ടിട്ടും എന്നെ വലിച്ചു കീറാൻ, മാംസം തിന്നാൻ വൈരികൾ ചുറ്റും നിന്നപ്പോഴും എന്റെ ഉള്ളം പറയുന്നു, നിന്നെ അന്വേഷിപ്പീ. വലിച്ചു കീറാൻ, മാംസം തിന്നാൻ ശത്രു അടുത്തു വരട്ടെ, യുദ്ധം നേരിട്ട സൈന്യം പോലെ നിനക്ക് ചുറ്റും നിൽക്കട്ടെ, പക്ഷെ നീ ദൈവത്തെ അന്വേഷിപ്പീ. പ്രിയരെ, ദൈവത്തെ എന്തുകൊണ്ട് അന്വേഷിക്കണം? ദൈവമില്ലാത്ത ജീവിതം ശൂന്യമാ, എംപ്റ്റിയാ. വിഷയത്തിന് അന്വേഷിച്ച വിഷയത്തിന് വിടുതൽ കിട്ടുമ്പോൾ വീണ്ടും ശൂന്യത വരും. നമ്മൾ വിഷയം പ്രാർത്ഥിച്ചു, ഇപ്പൊ ചിന്തിച്ചേ, ഈ കുറച്ച് ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമല്ല, ഇന്ന് രാത്രി കൊണ്ട് ദൈവം എല്ലാത്തിനും വിടുതൽ തരുവാന്ന് വിചാരിച്ചേ. ഞായറാഴ്ച ആരെങ്കിലും കാണൂ? ബുധനാഴ്ച ആരെങ്കിലും കാണൂ? നമ്മൾ ടൂർ പോകും. എല്ലാം ഇന്ന് രാത്രി ദൈവം നടത്തിയാലും അടുത്ത ആഴ്ച ഹൃദയം തുറന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവമാണ് റിയൽ മനോഭാവം. ദൈവത്തെ അന്വേഷിക്കുന്ന ശൂന്യതയാണ്. അത് നിരന്തരം ദൈവത്തെ അന്വേഷിക്കണമെന്ന് പറയുന്നത്. ജ്ഞാനിയായ ദൈവം വിശേഷ ജ്ഞാനോട് നിറച്ച ലോകത്തിന്റെ എല്ലാം അനുഭവിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിൽ, ശലോമോൻ. ആരാ? ശലോമോന്റെ ഇത് പറയുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നത്, സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണിന്റെ മുമ്പിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നേടാതിരുന്നിട്ടില്ല. അങ്ങനെ ജീവിച്ച മനുഷ്യൻ. ഒരെണ്ണം കണ്ട് കണ്ണിന് ഇമ്പമായി, എനിക്കത് വേണമെന്ന് മനസ്സിൽ കയറിയാൽ അതിനെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്?
നേടിയെടുത്തിട്ടുണ്ട്. അവൻ പറയാണ്, ആ വാക്ക് ഭയങ്കര. സഭാപ്രസംഗി 1:2, 3, 4 വാക്യം ഒന്ന് വായിച്ചേ. സഭാപ്രസംഗി 1:2, 3, 4 വാക്യങ്ങൾ. സഭാപ്രസംഗി എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 1 വേഴ്സ് 1, 2, 3 and 4. സഭാപ്രസംഗി 1:2, 3, 4 വാക്യം പെട്ടെന്ന് വായിച്ചു. എന്ന് സഭാപ്രസംഗി പറയുന്നു. എല്ലാം മീനിങ്ലെസ്, ഒന്നിനും ഒരു അർത്ഥമില്ല. മായ എന്ന് സഭാപ്രസംഗി പറയുന്നത് 3, 4. സകലവും മായയത്രേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? എല്ലാരും ശ്രദ്ധിച്ചേ. സൂര്യന്റെ കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഈ സൂര്യന്റെ കീഴിൽ പ്രയത്നിക്കുന്ന മനുഷ്യന് എന്ത് ലാഭം? ചോദിക്കോ, എന്ത് ലാഭം? ലാഭം എന്താണെന്ന് പറയുന്നുണ്ട് തൊട്ടടുത്ത വാക്യം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. ഇപ്പൊ എന്തോ സംഭവിക്കുന്നേ? ഒരു തലമുറ വരുന്നു, മറ്റൊരു തലമുറ അവൻ അധ്വാനിക്കുന്നു, അടുത്ത തലമുറ വരുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഭൂമി ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നു. ഇതാ ഇപ്പോഴത്തെ ലോകം. അതാ പറയുന്നത്, സകലതും മായയാണ്. ദൈവത്തെ അന്വേഷിക്കാത്ത ജീവിതം എന്താണ്? മായയാണ്. ഇത് പറഞ്ഞിട്ട് ഈ അധ്യായങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ 12:13 സഭാപ്രസംഗി ഇങ്ങനെ പറയുന്നു. സഭാപ്രസംഗി 12:13 എല്ലാത്തിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവനെ അന്വേഷിക്കുക. ഇതാണ് സകല മനുഷ്യർക്കും എന്ത് ചെയ്യുന്നത്? വേണ്ടത്. ദൈവത്തെ അന്വേഷിക്കുക. ശ്രദ്ധിച്ചേ. ആക്ച്വലി മെസ്സേജ് തുടങ്ങിയതേ ഉള്ളൂ, കാൽഭാഗം പോലും ആയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥനയിലേക്ക് കയറാം. നിങ്ങൾ ഒന്നിനൊന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. 2 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യെശയ്യാ 55:6. യഹോവേ, കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഇപ്പൊ ദൈവം തരുന്ന സമയം ഈ ഭൂമി. നിനക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ എന്ത് ചെയ്യാം? അവൻ അന്വേഷിക്കാം. അവൻ ഇപ്പോൾ എന്തിരിക്കുന്നു? അടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യാ? വിളിച്ചപേക്ഷിപ്പീൻ. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നിയറസ്റ്റ് ആയിട്ട് നിൽക്കുക. ആ ഒരു സീസണിലാണ് ദൈവം നമ്മെ നിർത്തിയേക്കുന്നത്. കണ്ടാലോ, ഞാൻ ലോകാവസാനത്തോടെ എല്ലാ നാളും കൂടെയുണ്ട്. വെരി നിയറസ്റ്റ് ആയിട്ട് ദൈവം നിൽക്കുക. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ നീ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. അന്വേഷിച്ചാൽ എങ്ങനെ അന്വേഷിക്കണം? ബൈബിൾ പറയുന്നു, അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് എബ്രായർ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ജെരമ്യാ 29:13-14. ജെരമ്യാ 29:13-14. ഈ ദൂതനെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ജെരമ്യാ 29:13-14. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഇനി എങ്ങനെ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഉറക്കെ പറ, പൂർണ്ണ ഹൃദയത്തോടെ. ഒരിക്കൽ കൂടെ പറ, പൂർണ്ണ ഹൃദയത്തോടെ കണ്ടെത്തും. 14. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അതിന് സമ്മതിക്കും. ഞാൻ റെഡിയാക്കി തരികയാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഇപ്പോഴത്തെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കി കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ജനത്തോട് പറയാ, ഇപ്പൊ നിങ്ങൾ അടിമത്തത്തിലാ, നിങ്ങളിപ്പോ പ്രവാസത്തിലാ. പക്ഷെ നിന്നോടൊരു ദൂത് പറയുന്നു, നീ ദൈവത്തെ അന്വേഷിച്ചാൽ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, ഇന്നും നിനക്ക് അടുത്തിരിക്കുന്ന ദൈവമാണ്. അതായത് കഴിഞ്ഞ നാളുകളിൽ അന്വേഷിക്കാൻ പറ്റിയില്ല, വിട്ടുപോയി, അറിഞ്ഞിട്ട് മാറിപ്പോയി, സാരമില്ല, ചില പോരായ്മകൾ പറ്റി. ഇന്ന് നീ പ്രവാസത്തില, ഇന്ന് നീ കുഴപ്പത്തില, ഇന്ന് നീ അടിമത്തത്തില, ഇന്ന് നീ ശത്രുവിന്റെ പിടിയില. പക്ഷെ ഇനിയും ദൈവം നിന്നോട് പറയുന്നു, നീ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായാൽ നിന്റെ പ്രവാസത്തെ മാറ്റും. അടുത്ത ദൂത്, ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും
എല്ലായിടത്തു നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ ആ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. തെന്നിപ്പോയ അവിടെ നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ രാവിലെ പ്രഭാതത്തില് ഒരു ബൈക്ക് യാത്രന്റെ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു. ഒത്തിരി തക്കാളി ചാക്ക് കെട്ട് അറിയാതെ ലൂസായി പോയി. പ്രഭാതത്തിലല്ലേ, അപ്പം ബിസിനസ്സിന് കൊണ്ടുപോകുന്നത്. അപ്പൊ സാധുവായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നും ചാക്ക് കെട്ട് ഊരിപ്പോയി. അപ്പോഴത്തേക്ക് തക്കാളി റോഡിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുക, ചെതറിപ്പോയി. അപ്പൊ രണ്ടുപേരും കൈ കാണിച്ചു. അപ്പൊ എല്ലാവരും, ബസ്സും ഞങ്ങളും എല്ലാവരും കാറും എല്ലാം നിർത്തി കൊടുത്തു. അപ്പം അദ്ദേഹത്തിനെ സഹായിച്ച് ഇതെല്ലാം എന്ത് ചെയ്തു, പറക്കി, ആൾക്കാരെല്ലാം പറക്കി തിരിച്ചു കൊടുത്തു. അപ്പൊ ഇതേപോലെ ഇപ്പൊ ചെതറിപ്പോയതാ. അതേ വിചാരിച്ച് എല്ലാം പോയെന്ന്, എനിക്കൊന്ന് ഓർമ്മങ്ങാണ്ടുള്ള വണ്ടി കയറിപ്പോയത്, ബാക്കി എല്ലാം തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ഉള്ളത്, ഇങ്ങനെ നീ എത്ര നിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി ചെതറിപ്പോയാലും തിരിച്ചു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവന്റെ കൂടെ വീണ്ടും നിറഞ്ഞു, അവന്റെ യാത്ര വീണ്ടും തുടർന്നു എന്ന് പറയുന്ന പോലെ നീ എവിടൊക്കെ ചെതറിപ്പോയെന്ന് പറഞ്ഞാലോ അന്വേഷിക്കുന്ന നിന്നോട് നിന്റെ കുടുംബത്തോട് ദൂത് പറയുന്നു, ചെതറി സ്കാറ്ററായിൽ നിന്നോ ദൈവം തിരിച്ചു വിളിക്കൂ. ഇത് വിട്ടുപോയ സ്ഥലത്ത് നിന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇന്ന് പകൽ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായോ? നിന്റെ പ്രവാസം മാറ്റം, നിന്റെ കണ്ണുനീര് മാറ്റം. നീ ഉടഞ്ഞു പോയെടുത്ത്, നീ ചെതറിപ്പോയെടുത്ത് ദൈവം നിന്നെ മടക്കി വരുത്തും.